ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മെക്നോൺ ഡേ 9. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹൈറ്റ് മെഷർമെന്റ് ഡിവൈസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസ്റ്റൻസ് മെഷർമെന്റ് ഡിവൈസ് ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, നമ്മുടെ ഈ ആർഡിനോയും ഒരു ബ്രെഡ് ബോർഡും ഒരു അൾട്രാസോണിക്കും. ഈ ബ്രെഡ് ബോർഡിന്റെ ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് വെറുതെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ബ്രെഡ് ബോർഡ് പരിചയം ആവാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ബ്രെഡ് ബോർഡ് എടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ അൾട്രാസോണിക് സെൻസറാണ് ഡിസ്റ്റൻസ് മെഷർ യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്ത കിറ്റിൽ ഈ അൾട്രാസോണിക് സെൻസർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പൊ ആരും ചെയ്യണ്ട. ഓക്കെ, ഇപ്പൊ എല്ലാവരും ഒന്ന് ക്ലാസ് ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഈ അൾട്രാസോണിക് എടുത്തിട്ട് ബ്രെഡ് ബോർഡിൽ ഇങ്ങനെ വെച്ചെടുത്തു. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ ലൈന് ഷോർട്ട് ആവാത്ത രീതിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. മറിച്ച് ഇതിങ്ങനെ വെച്ചാ വർക്ക് ചെയ്യില്ല. ഓക്കെ, കാരണം ഇതൊറ്റ ലൈനിലാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഞാനിത് ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇപ്പൊ വേറെ വേറെ ലൈനാണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ നോക്കിയാൽ VCC ആണോ, VCC, അതേപോലെ ട്രിഗ്, എക്കോ, GND. ഈ GND എന്ന് പറയുന്നതാണ് ഗ്രൗണ്ട്. ഓക്കെ, ഈ എക്കോ എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു സിഗ്നൽ പിന്നാണ്. ഈ ട്രിഗറും അതിന്റെ ഒരു സിഗ്നൽ പിന്നാണ്. ഓക്കെ, VCC അതിന്റെ 5 വോൾട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇത് ഉണ്ടാക്കി നോക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് VCCയിലേക്ക് ഒരു ജമ്പർ കണക്ട് ചെയ്തു. ഓക്കെ, VCCയിലേക്ക് എന്നല്ലേ നമ്മൾ വെരിഫൈ ചെയ്യണം. VCCയും ഗ്രൗണ്ടും മാറിപ്പോയ ബോൾ ഡാമേജ് ആവും. എന്നിട്ട് ഇത് നമ്മൾ ഈ 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, VCC 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തു. അത് VCC നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്രൗണ്ട്. ഓക്കെ, ഈ ഗ്രൗണ്ടും ഞാൻ നല്ല ശ്രദ്ധയോടെ കണക്ട് ചെയ്തിട്ട് ഇതിലത്തെ GNDയിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, GNDയിൽ കണക്ട് ചെയ്തു. ഇനി ഒരു ജമ്പറും കൂടി എടുത്തിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മെയിൽ ടു മെയിൽ ജമ്പറാണ്. ഓക്കെ, ബ്രെഡ് ബോർഡ് ആൻഡ് മെയിൽ ടു മെയിൽ. ഇനി നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് സെൻസർക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫീമെയിൽ ടു മെയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഈ ട്രിഗർ നമ്മുടെ കോഡിലുള്ള പോലെ കണക്ട് ചെയ്യാണ്. ഓക്കെ, നമ്മളിപ്പോൾ കറന്റ് കോഡ് ചെയ്തില്ല, നമ്മളിനി കോഡ് ചെയ്യും. കോഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പിന്നും കാര്യങ്ങളും പറഞ്ഞുതരാം. ഞാൻ എന്തായാലും ജസ്റ്റ് ജമ്പറുകളൊന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോഡിങ്ങിലേക്ക് ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ കോഡ് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ കോഡില് നമ്മുടെ ഈ ഫസ്റ്റ് ലൈൻ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ട്രിഗർ പിന്ന് 9ലാണ് വരിക. ഓക്കെ, ട്രിഗർ പിന്ന് 9ലാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ട്രിഗർ പിൻ ഈക്വൽ ടു 9. എക്കോ പിന്നാണെങ്കിൽ അത് 10ലാണ് വരിക. ഓക്കെ, അപ്പൊ നമ്മളിനി എക്കോ പിന്നും ട്രിഗർ പിന്നും കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ അതിൽ ട്രിഗർ പിൻ ഏതാന്ന് നോക്കുകയാണ്. നമ്മൾ ട്രിഗർ പിൻ എന്ന് പറഞ്ഞത് ഈ മഞ്ഞ വയറാണ്. ഓക്കെ, മഞ്ഞ വയറാണ് ട്രിഗറിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. ട്രിഗർ പിന്ന് ഞാൻ 9th പിന്നിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, ട്രിഗർ പിന്ന് 9th-ലേക്കും എക്കോ പിന്ന് 10th-ലേക്കും ഞാൻ കണക്ട് ചെയ്തു. എക്കോ പിന്ന് 10th-ലേക്കും ട്രിഗർ പിന്ന് 9th-ലേക്കും ഞാൻ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ബോർഡ് കോഡ് ചെയ്യാം. ഓക്കെ, ഞാൻ അത് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ലൈറ്റ് അവിടെ വന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ഈ സെൻസർ ഒന്ന് അലൈൻ ചെയ്ത് വെച്ചു. ജസ്റ്റ് ഒന്നും തട്ടിയിട്ട് അത് റീഡ് ചെയ്യാതിരിക്കാനാണ്. എന്നിട്ട് ഞാൻ ബോർഡ് സെലക്ട് ചെയ്തിട്ട് അത് കോഡ് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മുടെ ഈ കോഡ് കുറച്ച് കൂടുതൽ ലെങ്ത് ഉണ്ട്. ഇതിന്റെ സംഭവം എങ്ങനെയാന്ന് വെച്ചാൽ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിന്റെ നമ്മുടെ ഈ അൾട്രാസോണിക്കില് ഒരു സെൻസർ ഈ കണ്ണ് പോലത്തെ ഒരു സാധനം എമിറ്റ് ചെയ്യാനും ഒന്ന് റിസീവ് ചെയ്യാനാണ്. ഇതിൽ പോയിട്ട് ഇതിന്ന് എമിറ്റ് ചെയ്യണത് വേവ് ഒരു ഒബ്സ്റ്റക്കിളുമ്പോൾ തട്ടിയിട്ട് ഇതിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അത് അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്. അപ്പോൾ നമ്മൾ കോഡിങ്ങിൽ അത് അങ്ങനെയാണ് കൊടുക്കുക. ഓക്കെ, ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര സെക്കൻഡിന്റെ ഉള്ളിൽ അവിടെ പോയി തട്ടി വരുന്നത് ഒരു കാൽക്കുലേഷൻ ആണ്. ഓക്കെ, അതിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കാൽക്കുലേഷൻ ആണ്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ സെൻസറിന്റെ വർക്കിങ്ങും കാര്യങ്ങളും വരിക. ഓക്കെ, അപ്പോൾ ഞാൻ കോഡ് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഞാൻ കമ്പൈനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വെരിഫൈ ചെയ്തു. വെരിഫൈ ചെയ്തതിന് ശേഷം കോഡ് ബോർഡിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്ലോഡ് ആയി കഴിഞ്ഞാൽ തന്നെ ഞാൻ ഇപ്പോൾ കറന്റ് കോഡിൽ കൊടുത്തിട്ടുള്ളത്
9600 എന്നുള്ള ഒരു ബോർഡ് റേറ്റ് ആണ്. ഓക്കെ, ബോർഡ് റേറ്റ് ഓക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിന്റെ സീരിയൽ മോണിറ്റർ ഓപ്പൺ ആക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സീരിയൽ മോണിറ്റർ ഇതാ നമ്മുടെ ഈ ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേയുടെ നമ്മുടെ ആർഡിനോ ഐഡിന്റെ യുഐയുടെ ടോപ്പ് കോർണറിലായിട്ടാണ് സീരിയൽ മോണിറ്റർ എന്നുള്ള ഓപ്ഷൻ. ഓക്കെ, ഞാൻ സീരിയൽ മോണിറ്റർ ഓപ്പൺ ആക്കി. അപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഡിസ്റ്റൻസും കാര്യങ്ങളും കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ സെൻസർ കയ്യിൽ പിടിച്ചു. അപ്പൊ അവിടെ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള നമ്മുടെ വെറുതെ റാൻഡ് ആയിട്ടുള്ള കുറച്ച് ഡിസ്റ്റൻസ് കാണാൻ പറ്റും. ഞാൻ കൈ അടുത്തേക്ക് കൊണ്ടുവരും തോറും നിങ്ങൾക്ക് കാണാം അത് ഡിസ്റ്റൻസ് ഇങ്ങനെ കമ്മിയാണത് കാണാം. ഓക്കെ, 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ അങ്ങനെ പോണതിനനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കൂടുന്ന കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ നമ്മുടെ ഡിസ്റ്റൻസ് മെഷറിങ് പ്രൊജക്റ്റ് ഇത്രേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ഈ പ്രൊജക്റ്റ് ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. അപ്പോൾ നമുക്കിനി അടുത്ത പ്രൊജക്റ്റ് എന്താന്ന് വെച്ചാൽ ചെറിയൊരു പ്രൊജക്റ്റ് ആണ്. അത് നമ്മുടെ കൈയൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു LED ഓൺ ആക്കണ ഒരു ടൈപ്പ് സാധനമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിന്റെ ഒരു കൂടിയ ആപ്ലിക്കേഷൻ നമ്മൾ വീട്ടിലത്തെ ഒരു ലൈറ്റും ഫാനൊക്കെ എങ്ങനെ ഓൺ ആക്കുക അതൊക്കെ നമുക്ക് നമ്മൾ നോക്കാൻ പോകണം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു റിലേ മൊഡ്യൂള്, ഒരു ആർഡിനോ, ഒരു ബ്രെഡ് ബോർഡ്, ഒരു IR സെൻസർ. ഓക്കെ, നമുക്ക് ഇത്ര സാധനങ്ങളാ മതി. അപ്പൊ ഇനി ഞാൻ കുറച്ച് ജമ്പർ കേബിളും കൂടി എടുക്കുകയാണ്. ഞാൻ ആദ്യം ജമ്പർ കേബിളൊക്കെ എടുത്തിട്ട് ഈ റിലേ മൊഡ്യൂളിൽ കണക്ട് ചെയ്തു. ഞാൻ റിലേ മൊഡ്യൂളിന്റെ യൂസ് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ, റിലേ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ AC കറണ്ടും DC കറണ്ടും ഒക്കെ സ്വിച്ച് ചെയ്യാൻ യൂസ് ചെയ്യണ ഒരു സാധനമാണ്. ഓക്കെ, ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിലൊരു ചെറിയ കോയിലാണ്. അത് നമ്മൾ ഈ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആയിട്ട് അതിന്റെ ഉള്ളിൽ സ്വിച്ച് ആവുകയാണ് ചെയ്യണത്. അതും കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഉള്ളിലത്തെ വർക്കിംഗ് കാര്യങ്ങളും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ IR സെൻസർ ഞാൻ ബ്രെഡ് ബോർഡിലേക്കാണ് കണക്ട് ചെയ്യണത്. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ റിലേ മൊഡ്യൂളിൽ 3 പിന്നാണുള്ളത്. ഞാൻ റിലേ മൊഡ്യൂളിലെ കാര്യം ആദ്യം പറഞ്ഞുതരാം. ഒന്ന് VCC 5 വോൾട്ട്, അതേപോലെ ഒന്ന് ഗ്രൗണ്ട്, ഒന്ന് ഇൻപുട്ട് പിന്ന്. ഓക്കെ, ആരുടെയും ഒന്ന് കൊടുക്കുന്ന സിഗ്നൽ പിന്നാണ് ഇൻപുട്ട് പിന്ന്. ഓക്കെ, അപ്പൊ ഇനി ഞാനൊരു കേബിളും കൂടി എടുത്തിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, ഇനി ഡീബൗൺസ് പറഞ്ഞിട്ടുള്ള ആർഡിനോത്തെ ഒരു എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് ഞാൻ ഈ സാധനം ഉണ്ടാക്കാൻ പോണത്. ഓക്കെ, നമ്മുടെ റിലേ IN പിന്ന്, ഇൻപുട്ട് പിന്ന് 13ാമത്തേക്കാണ് ഞാൻ കണക്ട് ചെയ്യണത്. ഓക്കെ, 13ാമത്തെ ആർഡിനോ പിന്നിലേക്കാണ് ഞാൻ കണക്ട് ചെയ്തത്. എന്നിട്ട് നമ്മുടെ റിലേയിലത്തെ VCC പിന്ന്, നമ്മുടെ റിലേയിൽ ഇപ്പോൾ കറന്റ് ഞാൻ കുത്തിയിട്ടുള്ളത് ഈ യെല്ലോ പിന്നാണ്. ഈ യെല്ലോ പിന്ന് എടുത്തിട്ട് ഞാൻ 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തു. 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, ഇത്ര സിമ്പിളായി, ഇത്ര സിമ്പിളാണ്. ഇനി ഈ ഗ്രീൻ ഗ്രൗണ്ടാണ് റിലേ എന്ന് പറയുന്നത്, അത് ഞാൻ കണക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ റിലേ ലൈറ്റ് കത്തിയത് കാണാൻ സാധിക്കും. ഓക്കെ, റിലേ ഓൺ ആയി എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഇതിൽ പച്ച ലൈറ്റും അതുപോലെ ചുവപ്പ് ലൈറ്റും കത്തുണ്ട്. അത് കത്താൻ പാടില്ല. അത് നമ്മൾ നേരത്തെ പ്രോഗ്രാം ചെയ്തതിന്റെ കുഴപ്പമാണ്. നമ്മളിപ്പോൾ അതിലുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്റ്റൻസ് മെഷറിംഗ് ആണ്. അപ്പോൾ അതിൽ സിഗ്നൽ പോയോണ്ടിരിക്കുകയാണ്, അത് കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ IR സെൻസർ ആർഡിനോക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, അതിനായിട്ട് ഞാൻ ഒരു 3 ജമ്പർ വയർ എടുത്തു. ജമ്പർ വയർ എടുത്തിട്ട് നമ്മുടെ IR സെൻസറിന്റെ എല്ലാ പിന്നിൽക്കും ഓരോ ജമ്പർ കേബിൾ ഇട്ട് കൊടുത്തു. നമ്മുടെ റിലേ ഇങ്ങനെ സ്വിച്ച് ആയതുകൊണ്ടിരിക്കും. അത് നമ്മുടെ പ്രശ്നമൊന്നുമല്ല, അത് കോമൺ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഇപ്പോൾ VCC, നമ്മുടെ IR സെൻസറിന്റെ VCC ഞാൻ ഇതിലത്തെ ഒരു 3.3 വോൾട്ട് അല്ലെങ്കിൽ VINക്ക് കൊടുത്തു. ഓക്കെ, VIN നമ്മളിപ്പോൾ കറന്റ് ഇതിൽ ഇൻപുട്ട് കൊടുത്തുള്ള 5 വോൾട്ട് ആണ്. അപ്പോൾ VIN കൂടെ 5 വോൾട്ട് വരും. എന്നിട്ട് ഗ്രൗണ്ട് പിന്നെടുത്തിട്ട് ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്തു. ഓക്കെ, പക്ഷെ അത് വർക്ക് ചെയ്യണില്ല. അപ്പൊ നമ്മൾ VIN 3.3 വോൾട്ടിലേക്ക് കൊടുത്തു, അപ്പോഴും വർക്ക് ചെയ്യണില്ല. അപ്പോൾ ഇവിടെ വന്ന ഇഷ്യൂ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ജമ്പർ ഒന്നില്ലെങ്കിൽ കേടാവും,
ഇല്ലെങ്കിൽ IR സെൻസർ കേടാവും. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി കണക്ഷൻ മാറ്റി ഔട്ട് എടുത്തിട്ട് നമ്മുടെ സിഗ്നൽ IR സെൻസർ ഔട്ട് എടുത്തിട്ട് രണ്ടാമത്തെ പിന്ന് കൊടുത്തു. ഓക്കെ, രണ്ടാമത്തെ പിന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 5 വോൾട്ട് നമ്മുടെ ആർഡിനത്തെ ഒരു 5 വോൾട്ട് കൂടി ഉണ്ട്. 5 വോൾട്ട് എടുത്തിട്ട് നിങ്ങളുടെ ആർഡിന് ഒരു 5 വോൾട്ട് ഒരെണ്ണുള്ളെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ വീനിക്ക് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഒരു ജമ്പർ കേബിളും കൂടി എടുത്തിട്ട് ഗ്രൗണ്ടിലുള്ളത് ഗ്രൗണ്ടിൽ കണക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ IR സെൻസർ വർക്കായിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് കോഡ് അപ്ലോഡ് ചെയ്തു. ഓക്കെ, കോഡ് അപ്ലോഡ് ചെയ്തപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ IR സെൻസർ ഡിറ്റക്ട് ചെയ്തപ്പോൾ നോർമലി അത് ഹൈയിലാണ് കിടക്കണത്. ഓക്കെ, മീൻസ് നമ്മുടെ IR സെൻസർ നോർമലി ഹൈയിലാണ് കിടക്കണത്. അപ്പോൾ റിലേ മൊഡ്യൂള് സ്വിച്ചായി കിടക്കും, ഓണായി കിടക്കും. ഞാൻ IR സെൻസർ കൈവച്ചപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിലേ അവിടെ സ്വിച്ചായി. നിങ്ങൾക്ക് ആ സൗണ്ടും കേൾക്കാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഒന്നുകൂടി കൈവച്ചു. അപ്പോൾ എന്തായി, റിലേ മൊഡ്യൂൾ ഓഫായി. കൈവച്ചു ഓണായി, കൈവച്ചു ഓഫായി, കൈവച്ചു ഓണായി. സിമ്പിൾ, ഇത്രേ ഉള്ളൂ ഇതിന്റെ വർക്കിംഗ്. ഓക്കെ, നമ്മുടെ ഈ പ്രൊജക്റ്റ് നമ്മുടെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് മാക്സിമം നമ്മൾ ലെങ്ത് കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേഗം കഴിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ലെങ്ത് കുറച്ചത്. എല്ലാവരും പറയണ്ടായിരുന്നു ലെങ്ത് കുറച്ച് കമ്മിയാക്കണം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ലെങ്ത് കുറച്ചെടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രൊജക്റ്റ് ഇത്രേ ഉള്ളൂ. ഇതിന്റെ വർക്കിംഗ് എന്നെ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതിൽ കോഡ് എഴുതിയിട്ടുള്ളത് സെൻസർ ഹൈ ആയാൽ മീൻസ് നമ്മളിപ്പോൾ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ അതങ്ങനെ ഓണായി കിടക്കണം. ഓക്കെ, അത് റിലീസ് ആക്കിയാൽ ഓഫ് ആവരുത്. പിന്നെ ഒരു വട്ടം കൂടി നമ്മൾ പ്രസ് ചെയ്താൽ നമ്മുടെ ഇത് റിലേ മൊഡ്യൂൾ ഓഫ് ആവണം. ഓക്കെ, അങ്ങനെയാണ് സംഭവം. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനി എവിടെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂമിലൊക്കെ നൈറ്റ് പോകുമ്പോൾ നമ്മളെ പെട്ടെന്ന് സ്വിച്ച് തപ്പിയാൽ കിട്ടിയെന്ന് വരില്ല. ഇല്ലെങ്കിൽ എവിടെയോ ആയിക്കോട്ടെ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഡോർ തുറന്നാൽ ലൈറ്റ് ഓൺ ആവണം, എന്നിട്ട് ഡോർ അടച്ച ഓഫ് ആവണം. ഓക്കെ, അങ്ങനത്തെ ഒരു സിസ്റ്റം നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രൊജക്റ്റ് ഇത് വെച്ച് ചെയ്യാം. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവും കൊടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ബോർഡ് ഫ്രൈ ആവും, സംശയമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യണം. നിങ്ങൾ മാക്സിമം എല്ലാ പ്രിക്കോഷൻസ് എടുത്തിട്ട് നമ്മൾ ചെയ്യണം. നമ്മുടെ സേഫ്റ്റിയാണ് നമുക്ക് പ്രധാനം. അപ്പോൾ മാക്സിമം കൈ പൊള്ളാതെ നോക്കുക. മീൻസ് ഐസൊക്കെ ചൂടാവാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ കൈയൊക്കെ പൊള്ളിന്ന് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കണം. എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ അത്രയുള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ബൈ.